ഹലോ ഗൈസ്, എന്നതാ പരിപാടീസ്. അപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ട്രാപ്പ് ബീറ്റ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ ഇന്നലെ നമ്മൾ ഒന്ന് വ്യത്യസ്തമായി മാറ്റി പിടിച്ചിരുന്നു. വേറൊരു സാധനം നമ്മൾ പിടിച്ചായിരുന്നു. ഇനി കുറച്ച് നാളത്തേക്കിന് ട്രാപ്പ് ബീറ്റ് കാണത്തില്ല സുഹൃത്തുക്കളെ. അപ്പൊ ഇന്നും കൂടെ നമ്മൾ ട്രാപ്പ് ബീറ്റ് ഇറക്കിയിട്ട് കുറച്ച് നാളത്തേക്കിന് നമ്മൾ വേറെ മറ്റു പല ജോണേഴ്സ് പിടിക്കാനുള്ള പ്ലാനിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഓയേ, ബിഗ് ഷൗട്ട് ഔട്ട് ടു ബോഫിൻ ബോയിനുള്ള ബീറ്റാണിത്. ഞങ്ങളുടെ പുതിയ ട്രാക്കാണ്. പുതിയ ട്രാക്ക് ഇറങ്ങാൻ പോകുന്നതാണ്. ഉടനെ തന്നെ അത് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ട്രാക്കിന്റെ പേര് ചിത്രവധം എന്നാണ്. അപ്പൊ ഈ ബീറ്റ് മെയിനായിട്ട് ഞാൻ ഇൻസ്പിറേഷൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറും മെട്രോയും ഒക്കെയാണ് എന്റെ തലയിൽ കൂടെ ഓടിക്കൊണ്ടിരുന്നത് ഈ ബീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത്. അപ്പോൾ എന്റെ പ്ലേലിസ്റ്റിലെ ആ സമയത്ത് കുറെ ഓടിക്കൊണ്ടിരുന്ന ഇവരുടെ ട്രാക്കുകൾ തന്നെയായിരുന്നു. അപ്പോൾ ഇൻസ്പിറേഷൻ അവരാണ്. അവരുടെ ഒരു കൈൻഡ് ഓഫ് ശൈലി അല്ലെങ്കിൽ അവരുടെ കൈൻഡ് ഓഫ് ഒരു എനർജി മൂഡാണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുള്ളത്. ഇതിലിപ്പോൾ ഏബിൾട്ടൺ ആകുന്ന സമയത്ത് നമ്മളിപ്പോൾ പോകുന്നത് 145 BPM നമ്മൾ ഈ ബീറ്റ് പോകുന്നത്. മൂവിങ് ഓൺ, നമുക്ക് ഈ കോഡ്സ് എങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ട് നമ്മളൊരു കോഡ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന, എനിക്ക് കൊള്ളാമെന്ന് തോന്നിയ രീതിയിൽ ഞാൻ സാധനം പിടിച്ചിട്ടുണ്ട്. ഹാപ്പി വേണ്ട, കുറച്ച് ഡാർക്ക് ആവണം എന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഇത് വരച്ചിട്ട് രണ്ടാമത്തെ നമ്മളൊന്ന് കയറ്റി ഔട്ട് ഓഫ് സ്കെയിലാണ് നമ്മൾ കൊടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഇനി മൂവിങ് ഓൺ, അടുത്ത നമുക്കൊരു ലെയറും കൂടി കൊടുത്ത് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം ഇട്ട ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹാർപ്പായിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. അപ്പൊ ആ സെയിം കോഡ്സിനെ നമ്മൾ വലിച്ചിട്ടിട്ട് നമ്മൾ ഡബിൾ ബാസിൽ നമ്മൾ ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ലെയർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ മെലഡി പിടിക്കാം. ഓക്കെ, അപ്പൊ നൈസായിട്ട് നമ്മളൊരു മെയിൻ മെലഡി കൊടുത്തിട്ടുണ്ട്. നൈസ് ഒരു ബൗൺസ് നമ്മൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ മൂവിങ് ഓൺ, നമുക്ക് നൈസായിട്ട് നമുക്കൊരു ബെല്ലും കൂടെ കൊടുക്കണം. ഒരു മറ്റേ വേഴ്സിന്റെ പോർഷൻ വരുമ്പോൾ കുറച്ച് ഭീകരത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടെ മൂടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ സി ഷാർപ്പ് മാത്രമായിട്ട് നമ്മളങ്ങനെ കയറ്റി ഇറക്കി 3 നമ്മൾ ബെല്ലിന്റെ കൊടുത്തേക്കുന്നത്. അപ്പോൾ മൂവിങ് ഓൺ, നമുക്ക് നേരെ ഡ്രംസിലോട്ട് പോകാം. ഡ്രംസ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹൈ ഹാറ്റ് കൊടുത്ത് നോക്കാം. അപ്പൊ നമ്മൾ ഹൈ ഹാറ്റ് നൈസായിട്ട് നമ്മളൊരു ബൗൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിന്റെ ലെഫ്റ്റ് പാനും നമുക്ക് റൈറ്റ് പാനും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ലെഫ്റ്റ് പാനും കൊടുത്തു, റൈറ്റ് പാനും കൊടുത്തു. ഇനി നമുക്ക് ഓപ്പൺ ഹൈ ഹാറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, ഓപ്പൺ ഹൈ ഹാറ്റ് നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് സ്നെയർ. ഓക്കെ, നമുക്കപ്പോൾ സ്നെയറിന്റെ ഇടയ്ക്ക് ചിലതിൽ നമ്മുടെ ഒരു 16 കോഡ്സ് കഴിയുന്ന സമയത്ത് നമ്മളൊരു കുറച്ച് ട്രാൻസിഷന് വേണ്ടിയിട്ട് കുറച്ച് സ്നെയർ റോൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് അത് ഫുൾ ബീറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഫുൾ കേൾക്കാനായിട്ട് പറ്റും. അപ്പൊ മൂവിങ് ആണ്, നമുക്ക് നേരെ കിക്കിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ കിക്ക് കൊടുത്തു. അപ്പൊ നമ്മൾ ഇനി 8 വരും കൂടെ കൊടുക്കാം. ഏറ്റവും നമ്മൾ സെയിം കൃതം തന്നെയാണ് ഏറ്റവും കൊടുത്തേക്കുന്നത്. പക്ഷെ നമ്മൾ ഏറ്റവും ഇത്തവണ ബാക്കിയുള്ള പോലെയല്ല കൊടുത്തേക്കുന്നത്. നമ്മൾ കോഡ്സിനനുസരിച്ചുള്ള കയറ്റി ഇറക്കിയെല്ലാം നമ്മൾ ഏറ്റവും കൊടുത്തേക്കുന്നത്. അപ്പോ നമുക്ക് ഇതിന്റെ ഡ്രംസ് ഫുള്ള് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കേട്ട് നോക്കാം. ബിഗ് ഷൗട്ട് ഔട്ട് ടു ബോഫിൻ ബോയ്. അപ്പോൾ നമ്മുടെ ഈ ട്രാക്ക് പുതിയത് ഇറങ്ങാൻ പോവാണ്, ഉടനെ തന്നെ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ചിത്രവധം എന്നാണ് ട്രാക്കിന്റെ പേര്. എന്നെയും ബോഫിൻ ബോയിനെയും നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്ത് നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ അപ്ഡേറ്റ്സുകളെല്ലാം നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് എഫക്ട്സും ക്രാഷും തുടക്കത്തിൽ കുറച്ച് പരിപാടിയും കൂടെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഈ ഫുൾ ബീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഈ ബീറ്റ് എങ്ങനെയുണ്ടെന്നുള്ളത് കേട്ട് നോക്കാം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണോട് ഞെക്കി കഴിഞ്ഞാൽ എല്ലാ സമയം പോസ്റ്റ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.